പേജ് നമ്പർ 53-ലെ തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് പ്രോബ്ലം ബിലോ ഡ്രോ എ സർക്കിൾ ആൻഡ് എ കോഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻടു 2 parts സച്ച് ദാറ്റ് ദി പാർട്സ് ആർ ആസ് സ്പെസിഫൈഡ്. ഒരു സർക്കിൾ വരയ്ക്കണം, അതിനുശേഷം അതിലൊരു കോഡ് വരച്ച് ആ കോഡ് എന്ത് ചെയ്യണം, സർക്കിളിന് 2 പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യണം. ഇനി അതിലെ ഓരോ പാർട്ടിലെ ആംഗിൾ ഫസ്റ്റ് പറയുന്നത് ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസുകളും 80 ഡിഗ്രി വേണമെന്നാണ്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 110 ഡിഗ്രി. ആ കോഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 2 പാർട്ടിലെ ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസുകളും 110 ഡിഗ്രി ആകണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം ആ സർക്കിളിലൊരു കോഡ് വരയ്ക്കുക. ഇപ്പോൾ എന്ത് ചെയ്തു, കോഡ് എന്ന് പറയുന്നത് AB, ഒരു കോഡാണ് AB. ഈ കോഡ് സർക്കിളിനെ 2 പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്തു. ഒന്ന് ഇത്രയും പോർഷൻ അല്ലേ, ഇതാണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് പാർട്ടാണ് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിൽ ഒരു പാർട്ടിലെ ആംഗിൾസുകളൊക്കെ 80 ഡിഗ്രി വീതം കിട്ടണം. അപ്പോൾ നമ്മൾ AB യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ആംഗിൾ നിങ്ങൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾസ് നമുക്കറിയാം. ഇവിടെ ഈ പാർട്ടിൽ എത്ര ആംഗിൾസുകൾ ഫോം ചെയ്താലും ഇതെല്ലാം ഒരേ ആംഗിൾസുകളായിരിക്കും. ഈ ആംഗിൾ 80 ഡിഗ്രി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഈ 80 ഡിഗ്രീൻ്റെ ഡബിൾ ആംഗിൾ എടുത്താൽ മതി അല്ലേ. 80ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 160 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 80 ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസുകളും 80 ഡിഗ്രി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സർക്കിളിലെ സെൻറ്ററിൽ 160 ഡിഗ്രി ആംഗിൾ എടുത്താൽ മതി. ഓക്കെ, ഈ ആംഗിൾ എയും ബിയും സർക്കിളിൻ്റെ സെൻറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ 160 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടിൽ വരുന്ന എല്ലാ ആംഗിൾസുകളും AB ആണല്ലോ നമ്മൾ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നത്, വേർതിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ആംഗിൾസൊക്കെ 80 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിൻ്റെ ഈ സെയിം ആർക്കിൽ ഈ പാർട്ടിൽ വരുന്ന ആംഗിൾസ് എത്ര ആയിരിക്കും, ഈ ആംഗിൾസൊക്കെ 100 ഡിഗ്രി വീതമായിരിക്കും. കാരണം സമ്മ് എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ഒരു ആംഗിൾ 80 ആണെങ്കിൽ അതർ ആംഗിൾ 100 ഡിഗ്രി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസും 110 ഡിഗ്രി കിട്ടണം. ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സർക്കിളിൻ്റെ സെൻറ്റർ വരച്ചു, അതിലൊരു റേഡിയസ് നോട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് 110 ഡിഗ്രിയാണ് അല്ലേ. ഒരു പാർട്ടിലത്തെ എല്ലാ ആംഗിൾസുകളും 110 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമ്മളൊരു കോഡ് വരച്ചു. ഇവിടെ എടുക്കുന്ന ആംഗിൾ, ഈ സർക്കിളിൻ്റെ ഈ റേഡിയസിൽ എടുക്കുന്ന ആംഗിൾ നിങ്ങൾ എത്ര ഡിഗ്രി വേണം, 110 ഡിഗ്രീൻ്റെ ഡബിൾ അല്ലേ, ദാറ്റ് ഈസ് 220 ഡിഗ്രി. 220 ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ വരുന്ന ആംഗിൾസുകൾ 110 ഡിഗ്രി ആണെന്ന് പറയാം. ഓക്കെ, സെയിം ആർക്കിലാണെങ്കിൽ 70 ഡിഗ്രി വീതം ആയിരിക്കും. നെക്സ്റ്റ്, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദി അതർ. നോക്കൂ, ഒരു പാർട്ടത്തെ ആംഗിൾസുകളുടെ ഹാഫായിരിക്കണം അതർ പാർട്ടത്തെ ആംഗിൾ. ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഹാഫായിരിക്കണം അതർ പാർട്ടിൽ.
അപ്പോൾ ഇങ്ങനെ ആംഗിൾസ് വരിക എക്സ് പ്ലസ് 1/2 എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. എത്ര ഡിഗ്രി ആംഗിളാണ് വേണ്ടതെന്ന് ഇതൊന്ന് കണ്ടെത്താം. 180 ഡിഗ്രി ആകുമ്പോൾ നോക്കൂ, ക്രോസ് ചെയ്യുമ്പോൾ എന്താ വരിക? 2x പ്ലസ് x/2 ദറ്റ് ഈസ് 3x/2. 3x/2 ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി 3x ഈക്വൽ ടു എന്താ വരിക? 180 ഇൻറ്റു 2 ദറ്റ് ഈസ് 360. x ഈക്വൽ ടു 360/3 ദിസ് ഈക്വൽ ടു 130. 130 120 കേട്ടോ, 120. 120 ഡിഗ്രിയാണ് നമ്മൾ ആംഗിൾ ഒരു പാർട്ടിൽ വരേണ്ടത്, ശരിയല്ലേ? ഇതാ നമ്മളൊരു സർക്കിൾ വരച്ചു, ഒരു കോഡ് വരച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ 120 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും അതർ പാർട്ടിൽ വരുന്നത്, 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കിളിൽ സെൻറ്ററിൽ എത്ര ഡിഗ്രി എടുക്കണം? ഇവിടെ 120 ആണെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ സർക്കിൾ വരച്ചു, ഒരു റേഡിയസ് വരച്ചിട്ട് നിങ്ങളിവിടെ ആംഗിൾ മെഷർ ചെയ്തിട്ട് എത്ര എടുക്കണം? 120ൻ്റെ ഡബിൾ എടുക്കണം അല്ലേ? 120ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 240. ഇവിടെ നിങ്ങൾ 240 ഡിഗ്രി ആംഗിൾ എടുക്കണം. ഓക്കെ, എന്നിട്ട് ഈ പോയിൻറ്റ്സിലൂടെ ജോയിൻ ചെയ്യാൻ നമുക്ക് കോഡ് കിട്ടും. ഈ കോഡ് നിങ്ങൾ സർക്കിളിൻ്റെ ഈ പാർട്ടിലേക്ക്, ഈ ആർക്കിലേക്ക് ജോയിൻ ചെയ്യുമെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളൊക്കെ 120 ആയിരിക്കും. ഈ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് ഈസ് 60 ഡിഗ്രി. നെക്സ്റ്റ്, all angles on one part 1.5 times the angles on the other. ഒരു പാർട്ടിൽ എടുക്കുന്ന ആംഗിളിന് 1.5 ആയിരിക്കണം സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ അതിൻ്റെ 1.5 എന്ന് പറയുമ്പോൾ 1.5 എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 180. എക്സ് പ്ലസ് 1.5 എന്ന് പറയുമ്പോൾ 3/2 അല്ലേ? 3/2 എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. ക്രോസ് ചെയ്യുമ്പോൾ 2x പ്ലസ് 3x ദറ്റ് ഈസ് 5x. 5x ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 180 ഡിഗ്രി. 5x ഈക്വൽ ടു 2 ഇൻറ്റു 180 3x 360 ഡിഗ്രി. 2 ഇൻറ്റു 180 360. x ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 5. 360 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 72 ഡിഗ്രി. ഒരു ആംഗിൾ 72 ഡിഗ്രി എടുക്കണം. അതിൻ്റെ 1.5 ആയിരിക്കും. 72ൻ്റെ 1.5 എന്ന് പറയുന്നത് എത്രയാണ്? 108 ആണ് അല്ലേ? 72ൻ്റെ 1.5. അപ്പോൾ നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. നമുക്ക് ഒരു റേഡിയസ് വരച്ച് ഇവിടെ നിങ്ങളൊരു ആംഗിൾ എടുക്കണം. സർക്കിളിൻ്റെ ഈ പാർട്ടിൽ വരുന്നത് 72 ഡിഗ്രിയാണ്. സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡബിൾ എടുക്കണം. 72ൻ്റെ ഡബിൾ എടുക്കണം അല്ലേ? 72ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 144. സർക്കിളിൻ്റെ സെൻറ്ററിൽ 144 ഡിഗ്രി എടുക്കുക. അത് നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കാൽക്കുലേഷൻസ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഒരു സർക്കിൾ വരച്ചു, അതിന് റേഡിയസ് എടുത്ത് സെൻറ്റർ ആംഗിൾ കണ്ടെത്തണം. എന്നാലേ നിങ്ങൾക്ക് മറ്റ് ആംഗിൾസുകൾ പറയാൻ സാധിക്കുള്ളൂ. സെൻറ്റർ ആംഗിൾ എന്ന് പറയുമ്പോൾ 144. ഇവിടെ 144 ഡിഗ്രി എടുത്ത് അപ്പോൾ ഈ പോയിൻറ്റ്സുകൾ ജോയിൻ ചെയ്താൽ ഇവിടെ നിങ്ങൾ ഫോം ചെയ്യുന്ന ആംഗിൾസുകളൊക്കെ 72 ഡിഗ്രി ആയിരിക്കും. ഈ സെയിം ആർക്കിൽ വരുന്നത് 108 ഡിഗ്രിയാണ്.
അപ്പോൾ 72ൻ്റെ 1.5 മടങ്ങാണ് 108. അതായിരുന്നു നമുക്ക് ആംഗിൾസ് ഫോം ചെയ്യാൻ തന്നിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ.